സാഹിത്യ അക്കാദമിയുടെ മുന്നിലുള്ള എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയപ്പോൾ മതിൽക്കെട്ടിന്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം വിട്ടു. ഇവിടെ വഴിയിലൂടെ പോകുന്നവരാകട്ടെ അത് മാലിന്യം തള്ളാനുള്ള ഇടമാക്കി. മാലിന്യം നീക്കം ചെയ്താലും വീണ്ടും അവിടെ തന്നെ നിക്ഷേപിക്കും. ഇതൊഴിവാക്കാനുള്ള പോംവഴി ചിന്തിച്ചു എംപ്ലോയ്മെന്റ് ഓഫീസിലെ കാടുകുറ്റി വൈന്തലം മൂഞ്ഞേലി വീട്ടിൽ ഷാജു ലോനപ്പൻ. അങ്ങനെ മാവും പ്ലാവും പേരയും സപ്പോട്ടയും ഒക്കെ വച്ചു പിടിപ്പിച്ചു. ഇത് ഫലം കണ്ടു. ഫലവൃക്ഷങ്ങൾ വളർന്നതോടെ മാലിന്യം ഇടാതായി. മാലിന്യം വലിച്ചെറിഞ്ഞ കൈകൾ കൊണ്ട് തന്നെ പലരും പഴങ്ങൾ പറിച്ചെടുക്കുന്നതായി കാഴ്ച. മനോഹരമായ ഒരു ഓഫീസിൻ്റെ മുൻഭാഗം കുറേയൊക്കെ അതുകൊണ്ട് വൃത്തിഹീനമായി ഇതുകൊണ്ട് ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് ഞാൻ ആദ്യം ഒരു 4 മാവാണ് അവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്തത്. അത് നല്ല രീതിയിൽ വളരണ കണ്ടപ്പോൾ പിന്നീട് തുടർച്ചയായിട്ട് മറ്റു വെറൈറ്റി പ്ലാന്റുകളും കൊണ്ട് നടുകയാണ് ഉണ്ടായത്. ഫലവൃക്ഷങ്ങളായ റംബൂട്ടാൻ, സപ്പോട്ട, പേരയ്ക്ക, അബിയു, ബേറാപ്പിൾ, മുസമ്പി, ചാമ്പ, മാവ്, വിയറ്റ്നാം എയർലിപ്ലാവ്, ഫാഷൻ ഫ്രൂട്ട്, പപ്പായ, ഇളന്തപ്പഴം, കുരുമുളക് തുടങ്ങിയവയാണ് ഓഫീസ് അങ്കണത്തിൽ ഇടം പിടിച്ചത്. 10,000 രൂപ മുടക്കി 13 വ്യത്യസ്ത നിറമുള്ള ബൊഗെയിൻ വില്ല ചെടികൾ മുൻവശത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെ നേരത്തെ ഓഫീസിലെത്തി കളപറിച്ചും നനച്ചും മക്കളെപ്പോലെയാണ് ചെടികളെ പരിപാലിക്കുന്നത്. പടിയിറങ്ങും മുൻപ് സഹപ്രവർത്തകർക്കും അന്നമൂട്ടിയ വകുപ്പിനും വേറിട്ട രീതിയിൽ സ്നേഹസമർപ്പണം നടത്താമെന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. ഇന്നാണ് 27 വർഷത്തെ സേവനത്തിന് ശേഷമുള്ള വിരമിക്കൽ. ഓഫീസ് പരിസരം സ്വന്തം ചിലവിൽ 160 സ്ക്വയർ ഫീറ്റിലധികം ഭാഗം ടെയിൽ വിരിച്ചും കഴിഞ്ഞു. ഏറ്റവും ആദ്യം ഞാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കോമ്പൗണ്ടിലും പരിസരത്തായിട്ട് നട്ടത് 4 മാവുകളാണ്. അതിൽ ആദ്യത്തെ മാവ് ഇതങ്ങനെ പൂത്ത് നിൽക്കുകയാണ്, കണ്ണിമാങ്ങിയായിട്ടുണ്ട്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടിയത് ഈ ഒരു മാവിൻ്റെ പൂക്കുല കണ്ടപ്പോഴാണ്. താൻ വിരമിക്കുമ്പോൾ ഫലവൃക്ഷങ്ങളുടെ പരിചരണം സഹപ്രവർത്തകർ ഏറ്റെടുക്കുമെന്നാണ് ഷാജുവിൻ്റെ പ്രതീക്ഷ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.